ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പതിറ്റാണ്ടുകളായി ഭൂമിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 1,63,610 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്താദ്യമായി നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. സംസ്ഥാനത്ത് പുതുതായി നിർമ്മിച്ച 46 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു. 79 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് 8,516 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8,206 പേർക്ക് രോഗമുക്തി. നിലവിൽ 84,995 പേർ ചികിത്സയിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഫലം അറിയാൻ വൈകുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. പതിറ്റാണ്ടുകളായി ഭൂമിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 1,63,610 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് 159 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനവും 6,526 പട്ടയങ്ങളുടെ വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അർഹരായ എല്ലാ ആളുകൾക്കും പട്ടയം നൽകുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വില്ലേജ് ഓഫീസുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു പുറമെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കാൻ എല്ലാ റവന്യൂ ഓഫീസുകളിലും ഇ ഗവേണൻസ് പദ്ധതി നടപ്പാക്കി വരികയാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. രാജ്യത്ത് ആദ്യമായി നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തൃശൂർ ജില്ലാ പ്ലാനിംഗ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്യാമ. നെൽകൃഷി ചെയ്യാവുന്ന നെൽവയലുകൾ രൂപമാറ്റം വരുത്താതെ നിലനിർത്തി സംരക്ഷിക്കുകയും കൃഷിക്കായി തയ്യാറാക്കുകയും ചെയ്യുന്ന നെൽവയലുകളുടെ ഉടമകൾക്കാണ് ഹെക്ടറിന് ഓരോ വർഷവും 2,000 രൂപ നിരക്കിൽ റോയൽറ്റി അനുവദിക്കുന്നത്. ഇതിനായി 40 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകളും റോയൽറ്റിക്ക് അർഹരാണ്. നെൽവയലുകളിൽ വിള പരിക്രമത്തിന്റെ ഭാഗമായി പാടങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താതെ പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എള്ള്, നിലക്കടല തുടങ്ങിയ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്ന നിലമുടമകൾക്കും റോയൽറ്റിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. നെൽവയലുകൾ തരിശായിട്ടിരിക്കുന്ന ഭൂവുടമകൾ പ്രസ്തുത ഭൂമി സ്വന്തമായി നെൽകൃഷി ചെയ്യുന്നതിനോ മറ്റു കർഷകർ ഏജൻസികൾ മുഖേന കൃഷി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ റോയൽറ്റി അനുവദിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച നേട്ടം കൈവരിക്കാനായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് പുതിയതായി നിർമ്മിച്ച 46 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളും 79 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ നിരവധി ക്ലാസ് മുറികൾ ഹൈടെക്കായി. സ്കൂൾ ലാബുകൾ നവീകരിക്കപ്പെട്ടു. അധ്യയനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി. പൊതുവിദ്യാലയങ്ങളിൽ നിന്നകന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വീണ്ടും ആകർഷിക്കാനായി. ഇതെല്ലാം പദ്ധതിയുടെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് 8,516 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. 8,206 പേർ രോഗമുക്തി നേടി. 84,995 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,270 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 10 പുതിയ പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 24 പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. എറണാകുളം 1,197, തൃശൂർ 1,114, കോഴിക്കോട് 951, കൊല്ലം 937, മലപ്പുറം 784, ആലപ്പുഴ 765, തിരുവനന്തപുരം 651, കോട്ടയം 571, പാലക്കാട് 453, കണ്ണൂർ 370, ഇടുക്കി 204, പത്തനംതിട്ട 186, കാസർഗോഡ് 182, വയനാട് 151 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 28 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,587 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 7,473 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 879 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 67 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണം തുടർച്ചയായ 6ാം ദിവസവും കുറഞ്ഞു. നിലവിൽ രാജ്യത്ത് 5,33,787 കോവിഡ് കേസുകളാണുള്ളത്. കൊച്ചി വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനാ സൌകര്യം നാളെ മുതൽ ആരംഭിക്കും. ആർടിപിസിആർ പരിശോധനയുടെ ഫലം 8 മണിക്കൂറിനുള്ളിലും ആന്റിജൻ പരിശോധനാ ഫലം 15 മിനിറ്റിനുള്ളിലും ലഭിക്കും. ആർടിപിസിആറിന് 2,100 രൂപയും ആന്റിജൻ ടെസ്റ്റിന് 625 രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്ക്.
പ്രാദേശിക ഭരണകൂടം ശക്തിപ്പെടുത്തുകയും ജനകീയവൽക്കരിക്കുകയും വേണമെന്നാണ് കോവിഡ് കാലം ഓർമ്മപ്പെടുത്തുന്നതെന്ന് മന്ത്രി തോമസ് ഐസക്. കോവിഡ് പ്രതിരോധത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് ഗ്രാമപഞ്ചായത്തും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സഹകരിച്ച് തയ്യാറാക്കിയ കോവിഡും ജീവിതവും നൊച്ചാടിന്റെ നേർക്കാഴ്ചകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഫലം അറിയാൻ വൈകുമെന്ന് സൂചന. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. പെൻസിൽവാനിയ, വിസ്കോൺസിൻ, മിഷിഗൺ തുടങ്ങിയ സ്റ്റേറ്റുകളിലെ വോട്ടുകളാണ് ഇനി എണ്ണാനുള്ളത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ 224 സീറ്റും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 213 സീറ്റും നേടിയിട്ടുണ്ട്. 538 അംഗ ഇലക്ടറൽ കോളേജിൽ 270 സീറ്റിൽ വിജയിക്കുന്നവരാണ് പ്രസിഡന്റ് പദത്തിലെത്തുന്നത്. അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ആശ്വാസനിധി പദ്ധതിയിലൂടെ അർഹരായ എല്ലാവർക്കും ധനസഹായം നൽകുമെന്ന് മന്ത്രി കെ ശൈലജ. ലൈംഗികാതിക്രമം, ആസിഡ് ആക്രമണം, ഗാർഹിക പീഡനം, ഹീനമായ ലിംഗവിവേചനം എന്നിങ്ങനെ അതിക്രമങ്ങൾ അതിജീവിച്ചവർക്കാണ് ധനസഹായം നൽകുന്നത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടിൽ പ്രതി ചേർത്ത ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഇന്ന് രാവിലെയോടെയാണ് സംഘം തിരുവനന്തപുരത്തെ വസതിയിലെത്തിയത്. തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ബിനീഷുമായി ബന്ധമുള്ള ചില സ്ഥാപനങ്ങളിലും സംഘം റെയ്ഡ് നടത്തി. സിബിഐ അന്വേഷണത്തെ തടയാനുള്ള മന്ത്രിസഭാ തീരുമാനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സിബിഐ അന്വേഷണം മുന്നോട്ട് പോയാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന ഭയത്താലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തിനാണ് സംസ്ഥാനം അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് സ്വയരക്ഷയ്ക്കാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. അന്വേഷണം തടസ്സപ്പെടുത്തിയാൽ സിബിഐ അന്വേഷിക്കുന്ന കേസുകൾ പെട്ടിയിലാക്കി പോകുമെന്ന് സർക്കാർ കരുതേണ്ടെന്നും അന്വേഷണം കേരളത്തിൽ തന്നെ നടക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. യുവജനക്ഷേമ വൈസ് ചെയർമാൻ പി ബിജുവിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അനുശോചിച്ചു. ഊർജ്ജസ്വലതയും ആത്മാർപ്പണവും കൊണ്ട് പ്രിയങ്കരനായ പൊതുപ്രവർത്തകനായിരുന്നു പി ബിജുവെന്ന് അനുശോചന സന്ദേശത്തിൽ മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സംസ്ഥാനത്തെ 6 മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണ പ്രവർത്തനം നാളെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. 13.97 കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം ജില്ലയിലെ പുത്തൻചന്ത, നാടുകാട്, പനച്ചമൂട്, കൊല്ലം ജില്ലയിലെ കടപ്പാക്കട, തങ്കശ്ശേരി, മൂന്നാംകുറ്റി എന്നീ മാർക്കറ്റുകളാണ് നവീകരിക്കുന്നത്. കിഫ്ബി ഫണ്ട് ലഭ്യമാക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വയനാട് മാനന്തവാടിയിൽ തണ്ടർബോൾട്ട് സംഘവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വേൽമുരുകൻ പിടികിട്ടാപ്പുള്ളിയാണെന്നും അറസ്റ്റിന് സഹായിച്ചാൽ 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതായും തമിഴ്നാട് പോലീസ് അറിയിച്ചു. മാവോവാദി പ്രവർത്തനത്തിലേർപ്പെട്ട വേൽമുരുകൻ അനധികൃത ആയുധ പരിശീലനം, ആയുധങ്ങൾ കൊള്ളയടിക്കൽ എന്നിവ ഉൾപ്പെടെ UAPA നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ വികസനം കേരള എന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ച വിനോദസഞ്ചാരികൾക്കുള്ള സേവന കേന്ദ്രമായ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ വെർച്വലായി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പതിറ്റാണ്ടുകളായി ഭൂമിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 1,63,610 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്താദ്യമായി നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. സംസ്ഥാനത്ത് പുതിയതായി നിർമ്മിച്ച 46 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു. 79 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് 8,516 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8,206 പേർക്ക് രോഗമുക്തി. നിലവിൽ 84,995 പേർ ചികിത്സയിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഫലം അറിയാൻ വൈകുമെന്ന് സൂചന. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.